നമ്മൾ പുതിയ വീഡിയോർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എവിടെ പോണത് നമ്മൾ? ഞങ്ങൾ എവിടെ? ഹോട്ടലിലാ? ശരി, ഓക്കെ ഗൈസ്. നമ്മളിന്ന് സൺഡേ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടുള്ള പോണ വഴിയുള്ള കാഴ്ചകളും ഹോട്ടലിലുള്ള അതിനെല്ലാം അതുകൊണ്ടല്ലേ അതിന് എത്ര വില? 400 രൂപയൊക്കെ ഉണ്ടല്ലേ? ഇത് നമ്മളിപ്പോ കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ റിവ്യൂ കണ്ടു പോവുകയാണ്. ഊരുട്ടുകാല നെയ്യാറ്റിൻകര പോണ വഴിയാണോ? നെയ്യാറ്റിൻകര പോണ റൂട്ടില് നെയ്യാറ്റിൻകര കുറച്ച് ഇപ്പറല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങോട്ട് നല്ല റിവ്യൂ കണ്ടു. നമ്മളെ ഗ്വാലാർ ജംഗ്ഷനായി നോക്കിയാ നിങ്ങള്. ഞായറാഴ്ചയായിട്ട് തിരക്ക് കുറവല്ലേ? അയ്യോ, അല്ലെങ്കിൽ ആലോചിച്ച് ഇവിടെ എന്തൊക്കെയാ അപ്ഡേറ്റ് പദ്ധതി വരാൻ പോണെന്ന് പറഞ്ഞിട്ടല്ലേ? ഈ റോഡ് വിട്ട് യാതൊരു കൊടിനട തൊട്ട് വാട്ടർ അതോറിറ്റി വരാം സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. പൈസയും കൊടുത്തിപ്പോ തുടങ്ങും. ഇവിടെ മുസ്ലിം പള്ളിക്കാരും സ്ഥലം കൊടുക്കില്ല അങ്ങനെ എന്താ പറഞ്ഞു? ഫ്ലൈ ഓവർ ഒക്കെ വെക്കേണ്ടായിരുന്നു, അതിനൊന്നും സമ്മതിച്ചില്ല. ഫ്ലൈ ഓവർ വന്നെങ്കിൽ തിരക്ക് വന്നേനെ. വീതി കൂട്ടുമ്പോ പള്ളി പോവില്ലേ? പള്ളി പോവായിരിക്കും, പൈസയൊക്കെ കൊടുത്തു ഒരു സൈഡ്. ഇതാണോ അല്ലേ? ഈ റോഡില് നിങ്ങൾ മനസ്സിലാവണേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതും കൂടെ ഗിരീഷ്, നമ്മൾ ഇവിടുത്തെ പള്ളിയുടെ വിശേഷ കഥ അറിയാമോ? നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ട് ലോങ് ഒക്കെ പോവാണെങ്കിൽ ഇവിടെ കയറി നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം തരും. അത് തിന്നുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബ്ലെസ്സിങ് കിട്ടുന്നു. പക്ഷെ അത് സത്യമുള്ള കാര്യമാണ് കേട്ടാ. ഇവിടെയാണ് ദിയ കൊടു മക്കളെ. ചേട്ടാ മറ്റേ ഇതുകൊണ്ട് കേട്ടാ കറക്കണ്ട് വെത്ത സാധനം കുരുമുളക് ഭയങ്കര ടേസ്റ്റ് ആണ് അത്. ഓ അയ്യോ, ഇത് സത്യമുള്ള ഇവിടെ. ശരിയാ, പഞ്ചസാരയും കുരുമുളകും. അമ്മോ, ഒരു എനർജി കിറ്റിങ്ങൊക്കെ അടിപൊളി കേട്ടോ. അടിപൊളി. വായ എന്നെ ക്ലീൻ ആയി. തന്നെയല്ലേ? അതാണ് ഇവർ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് പൊട്ടിക്കാൻ സമ്മതിക്കാത്ത. ഇവിടെ അല്ല പ്രശ്നം, അവിടെയാണ് കടക്കാര്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾ കൊള്ളാം മക്കളെ. അത് എരിയനുണ്ടാ? നല്ലതാണ്. കുരുമുളക് കളഞ്ഞാ? കുരുമുളക് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തിന്നാലും ലക്കി അടിക്കാൻ കേട്ടത് ഐസ് ദിയ. മധുരമാണ് ഇഷ്ടം. എനിക്കും അതുപോലെ. എനിക്ക് എരിയാണ് ഇഷ്ടം. നിങ്ങൾ മധുര ഫാൻസ് ആണ് എരി ഫാൻസ് ആണെന്നുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് അല്ലേ? മധുരം ആൾമോസ്റ്റ് എല്ലാവർക്കും മധുരമാണ് ഇഷ്ടം എരിയേക്കാളും. പക്ഷെ മധുരം പെട്ടെന്ന് തിന്ന വല്ല ഇത് വരും, മത്ത് പിടിക്കും. എനിക്ക് മധുരമുള്ളതിൽ എന്തോന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എക്സാമ്പിൾ പറഞ്ഞുതരാം. പായസം, ഐസ്ക്രീം, ജ്യൂസ്, ഇതിലേതാണ് ഇഷ്ടം? പറ. ഹേയ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇതാ ആ പറഞ്ഞ കടയിലെത്തി. ദിയ ഇതാ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുന്നു. ഈ വെയിലത്ത് അവളെ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. ഇതാ എത്തി കട. ഈ ലൊക്കേഷൻ പറഞ്ഞത് ഊട്ടുകാലം എത്തും മുമ്പേ ഒരു കോവിലിൻ്റെ ആർച്ചുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് കയറുന്ന വഴിയാണ്. അങ്ങനെ ഇതാ കടയിലെത്തി. ചെറിയൊരു കടയാണ് ഗൈസ്. ഇവിടെ കൂടുതലും പാഴ്സലൊക്കെയാണ് പോണത്. അങ്ങനെ ഇതാ കടയിലെത്തി. ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെത്തി. 2 ആളുകളൊക്കെ ഉണ്ട്. ചെറിയൊരു കടയാണ്, പക്ഷേ ഇവിടുത്തെ ഫുഡ് വളരെ ഫേമസ് ആണ്. അങ്ങനെയാണ് ഞങ്ങളിതാ വന്നത്. അങ്ങനെ ഇതാ പറയുന്നുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ ഇതാ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ദിയ ഞാനും ഇരുന്ന് ഞങ്ങളൊരു മരിച്ചിനിയും ചിക്കൻ പെരട്ടും പിന്നെ ബെറോട്ട. ചോറൊന്നുമില്ല, മരിച്ചിനി മാത്രമേ ഉച്ചയ്ക്കുള്ളൂ. പിന്നെ ബെറോട്ടയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ബീഫ് തോരയുണ്ട്. ഇത്രയാണ് ഉള്ളത്. അങ്ങനെ ഇതാ മരിച്ചിനി, പുട്ട്, ബെറോട്ട, പിന്നെ ദോശ, ഇതൊക്കെയാണ് ഉള്ളത്. ചപ്പാത്തി. എങ്ങനെയുണ്ടടി? അടിപൊളി അല്ലേ? കട്ടച്ചങ്കുടി ചിക്കൻ ബ്രെഡ്, കപ്പ, ഗ്രേവി. ഞാനാണെങ്കിൽ കുറച്ച് നല്ല ബീഫ് തോരനെടുത്ത് ബെറോട്ട ഗ്രേവിയും കൂടെ കിട്ടിച്ചു. ബീഫ്
ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി. ദിയ ഇതാ ചാടി മറിഞ്ഞ് വരണ ദിയ. ഇതാ 2 ടിഷ്യൂ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും അവൾ ടിഷ്യൂ എടുക്കാത്ത ഒരു സമയമില്ല. അങ്ങനെ പിന്നെ ടിഷ്യൂ ഒക്കെ എടുത്ത് ഇതാ ഇറങ്ങി. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവാണ്. പിന്നെ ഒരിടവും പോയൊന്നുമില്ല. ഇതാ ഭയങ്കര വെയിലാണ് ഗൈസ്. ഉച്ച 1:30 മണിയൊക്കെയാണ്. അങ്ങനെ ഇതാ തിരിച്ചിറങ്ങി. പിന്നെ അവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫുഡാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും 2 പ്ലേറ്റ് വെച്ച് വാങ്ങിച്ചു. ഞാൻ ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് കോഴി പെരട്ടും വാങ്ങി, പിന്നെ ബീഫ് തോരനും വാങ്ങി. ഞങ്ങൾ രണ്ടുപേരും 2 പ്ലേറ്റ് വെച്ച് വാങ്ങിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വൈകുന്നേരത്തേക്കും കൂടെ തികയും. 2 പേരും 1 പ്ലേറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് കഴിക്കാം. പിന്നെ റേറ്റൊക്കെ പറയുകയാണെങ്കിൽ അവർ തൂക്കിയാണ് തന്നെ. 200 ഗ്രാമിന് 250 രൂപയുള്ളൂ. അത് ഭയങ്കര കത്തി പൈസ എന്നൊന്നും പറയേണ്ടതില്ല. അങ്ങനെ ഇവിടെയാണ് ഗൈസ് എക്സാക്റ്റ് ലൊക്കേഷൻ. ഉരുട്ടുകാലം എത്തും മുമ്പേ ഉള്ള റൈറ്റ് റോഡിൽ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു 500 മീറ്ററുള്ള ഒരു കുഞ്ഞു കടയാണ്. പക്ഷേ അവിടെ കൂടുതലും പാഴ്സലാണ് പോകണം. ആളൊന്നും ഇല്ലയെന്ന് കഴിഞ്ഞ് ഫുഡ് മോശമെന്നൊന്നും പറയാനില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അങ്ങനെ ദിയ ഇതാ ടിഷ്യൂവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദിയ എവിടെ പോയാലും ടിഷ്യൂ എടുക്കും. അങ്ങനെ ഇതാ 2 ടിഷ്യൂ എന്നും പറഞ്ഞിതാ കൊണ്ടിറങ്ങി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇതാ നെയ്യാറ്റിൻകര കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ വഴിമുക്കെത്താണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ദിയ പറ്റിച്ച് കഴിച്ച് ചിക്കൻ തോരനെന്നും പറഞ്ഞ് ദിയ ഞങ്ങൾക്ക് ബീഫ് ഞങ്ങൾ കൊടുത്ത് ദിയ അത് പറ്റി ഇരിക്കുകയാണ്. ബീഫാണ് തിന്നത്. അത്രയും എരിയും കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെ അവൾ നല്ല വൃത്തിയാണ് കഴിച്ച്. അങ്ങനെ അവൾ പറ്റിയിരിക്കുകയാണ്. അവൾ ഞെട്ടിപ്പോയി ഞങ്ങൾ ബീഫാണ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ തണ്ണിമത്തം വിൽക്കുന്ന ഒരു കടയുടെ അടുത്ത് നിൽക്കുകയാണ് ഗൈസ്. തണ്ണിമത്തം ഇങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തിനാണ് ഞങ്ങൾ തണ്ണിമത്തം വാങ്ങിയെന്നുള്ളത് ഞങ്ങൾ ഇനി വരും ഷോർട്സിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതാ തണ്ണിമത്തം ഇതാ എനിക്ക് ഡാർക്ക് തണ്ണിമത്തനാണ് ഇഷ്ടം. 2ൻ്റെയും റേറ്റൊക്കെ 1.5 കിലോ 100 രൂപയൊക്കെയാണ്. അങ്ങനെ ഞാൻ ഡാർക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഗൈസ്. അങ്ങനെ ഡാർക്ക് തണ്ണിമത്തം എടുത്ത് അങ്ങനെ 90 രൂപ ആയുള്ളൂ. തണ്ണിമത്തം എനിക്ക് അല്ലെങ്കിലും ഇഷ്ടമായി. ചൂട് സമയത്തൊക്കെ വെള്ളം ഐറ്റംസ് ഫ്രൂട്ട്സൊക്കെ തിന്നണതിലും നല്ലത്. അങ്ങനെ പിന്നെ തണ്ണിമത്തം വാങ്ങി. 90 രൂപയേ ഉള്ളൂ. ചെറിയ തണ്ണിമത്തയാണ്. അങ്ങനെ വണ്ടി എടുക്കുന്ന ആ സമയത്താണ് ഗൈസ് മഞ്ഞ കളറ് തണ്ണിമത്തൻ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്ന് ആ പയ്യനോട് ചോദിച്ചു നോക്കി. അപ്പോഴും പറഞ്ഞ് ടേസ്റ്റൊക്കെ ഒരുപോലെയാണ്, വലിയ മാറ്റമൊന്നും ഇല്ലയെന്ന് ആ പുള്ളി പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇത് സെയിം ആണ്, ചുവപ്പും മഞ്ഞയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ മഞ്ഞ തണ്ണിമത്തൻ്റെ ജ്യൂസ് വാങ്ങാൻ. തണുപ്പൊന്നുമില്ലായിരുന്നു. ദിയയും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ദിയ സാധാരണ തണ്ണിമത്തൻ ചുവപ്പ് തിന്നും. അങ്ങനെ മഞ്ഞ തണ്ണിമത്തൻ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ വാങ്ങി. ഈ കളറാണ് ഗൈസ് ശരിക്കും അട്രാക്റ്റ് ചെയ്യണത്. ടേസ്റ്റൊക്കെ സെയിമാണ്, മഞ്ഞ കളർ അത്രേ ഉള്ളൂ. മധുരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ട്രൈ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുടിച്ചു നോക്കി. സെയിമാണ്. ആ ഒരു കളർ കൊണ്ടാണ് വാങ്ങിയത്. സാധാരണ ചുവപ്പ് ജ്യൂസൊക്കെ തണ്ണിമത്തന്നെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇതാ പറയേ. അങ്ങനെ ദിയ ഇതാ ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവൾ തരി ഭാഗമൊന്നും തിന്നില്ല. ഈ വെള്ളമാണ് ഇതാ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തരി സ്പൂണിൽ കോരി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, വെള്ളം മതി എന്ന് പറയുന്നത്. കട്ടിയുള്ള ഭാഗമൊന്നും കുടിക്കാനില്ല, വെള്ളം മാത്രം കുടിക്കുകയാണ്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ചൂട് സമയത്ത് വെള്ളവും ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ കുടിക്കുന്നത് നമ്മളെ ബോഡിക്ക് നല്ലതാണ്. അങ്ങനെയാണ് പിന്നെ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉള്ളതും വളരെ കളറാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകത. ദിയ നല്ല വൃത്തിയ വെള്ളം മാത്രം കുടിച്ച് അങ്ങ് അഴിച്ച് തന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണ വഴിക്കാണ് മൺചട്ടികൾ കണ്ട. മൺചട്ടികളുടെ ഓരോ ടൈപ്പ് മൺചട്ടികളുണ്ട്. ബുദ്ധൻ്റെ പ്രതിമയുണ്ട്, പിന്നെ അമ്മിക്കല്ലുണ്ട്, അരകല്ലുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ അവർ ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കി അവർ വിൽക്കുന്നതാണ്, അല്ല എക്സ്പോർട്ട് ചെയ്യണമെന്നുമല്ല. അപ്പോൾ അതാണ് ഗൈസ് ഈ ഏരിയയിൽ പ്രത്യേകത. വഴി കണ്ടാ ഇത് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ പിന്നെ ഞാൻ ആട്ടി തരാനാ ഊഞ്ഞാല. ഓ ഗൈസ് നോക്കിയാണ് ദിയ ഞാൻ ഊഞ്ഞാലാട്ടാണ്. ഇരുന്നിരുന്ന് വേണം നോക്കിയാണെങ്കിൽ വന്ന കാണാം. ദിയനെ മൂലമൊക്കെ ഇത് വലിയ ഗ്യാപ്പ് പോലെ കേട്ടോ. അപ്പൊ ഇങ്ങനെ മൂല വയ്ക്കുമ്പോഴേ മൂലമൊക്കെ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഇറങ്ങുന്നില്ലേ. എങ്ങനെ ഇറങ്ങും നീ? ഇറങ്ങാൻ അറിയാമോ? ഇറങ്ങാൻ പറ്റുമോ? ഞാൻ ഇറങ്ങൂല, നീ സ്വന്തമായിട്ട് ഇറങ്ങും. നോട്ട് കാണണ്ട, എന്നെ കാണണം. ഞാൻ വന്ന് ഇവിടെ ഇറങ്ങൂല. അന്ന് ഇറങ്ങോ നോക്കത്ത്.
സിമ്പിൾ ആയിട്ട് ഇത് ഇറങ്ങി എന്റെ മോള് ആ അഭ്യാസിയാണ്. വാ ദിയ പിന്നെ പറ നമുക്ക് കളിക്കാൻ അടിക്കും ഇപ്പൊ വീന്നെ കളിക്കാ ഗൈസ്. ഞാൻ എന്ത് ചെയ്യും കളിക്കാൻ പോണ് കളിക്കാ എന്തോന്ന് കളിക്കുന്നു നിനക്കാതെ നെഞ്ചോടെ എന്ത് കളിക്കാനും അച്ഛൻ റെഡിയാണ്. ഓ ശരി നിന്നാടാൻ പോണാ ഗൈസ് നിന്നാടാൻ പോണെന്നാണ് പറഞ്ഞ. ഞാൻ നിന്നാട്ടാ ഞാൻ സപ്പോർട്ടിങ് ഇത് ചവിട്ട് എല്ലാം ചേർത്ത് വെച്ചോട്ട്. ആ അടുത്ത ആ കാര്യം കൊണ്ട് പോയി ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് അനങ്ങൂല നീ ഇത് കൈ ആ കാര്യം കൊണ്ട് പോയി വെച്ച് രണ്ടുപേരും വെച്ചാ ഞാട് തള്ളണോ ഞാൻ തള്ളി തരട്ടെ. അപ്പൊ വീട് തള്ളണോ ആട്ടണോ പയ്യ ആട്ടണോ? ബാക്കിലോട്ട് പോയാലേ തല അത് കമ്പി അടിക്കല്ലേ. നീ ഫ്രണ്ടിലോട്ട് വീതാലും കുഴപ്പമില്ല ബാക്കിലോട്ട് വീതല്ലേ. ഇറങ്ങണ നിനക്ക് ഇറക്കാൻ പറ്റോ? പേടിയാട്ട നീ രാവിലെ ഇന്നലെ ഒരു അഭ്യാസം കാണിച്ചു അതെങ്ങനെ എനിക്ക് ഇന്നലെ കാണിച്ചത് വലിയൊരു വീട്ടിൽ വെച്ച്. ആ ഗായ്സാണ് ദിയ ഉച്ചക്കാലിലേക്ക് നിൽച്ചോ. ആ ഗായ് ദിയ പിടിച്ച് അടിപൊളി സൂപ്പർ. 1 പോയിന്റ് അല്ലേ? ആ എനിക്കൊരു പോയിന്റ് ദിയക്ക് ഒരു പോയിന്റ്. ഫസ്റ്റ് 5 പറഞ്ഞ ആള് ജയിക്കും. ഓക്കെ പക്ഷെ ഞാൻ ജയിക്കും. ഇനി ഞാൻ തോപ്പിക്കും. നീ കയറി എന്ത് വേണം ഞാൻ വാങ്ങിച്ചു തരും. ആ ഞാൻ തോപ്പിച്ച നിനക്ക് എന്ത് വേണം നീ പറയണ ഞാൻ ചെയ്തു തരും. പറ എന്ത് വേണം നിനക്ക്? സ്വിമ്മിംഗ് പൂള് കഴുകി തരണം. എനിക്ക് സ്വിമ്മിംഗ് പൂള് നമ്മൾ കളിക്കണം അത്രയല്ലേ ഉള്ളോ? ഓക്കെ ഡീല്. ആ ബാക്കിലോട്ട് പോ മൂവ് ബാക്ക്. ആ ഏറെ കാല ചണ്ടി ചവിട്ടി അല്ലേ ഗൈസ്? ശ്രദ്ധിക്കണ്ട അമ്മാൻ. ആ ശരി അച്ഛനെ കണ്ടിട്ട് മോള് പഠിക്കോളൂ. ഏറി എനിക്ക് 3 പോയിന്റ്. തോക്ക റെഡി ചെയ്യുന്നു ദിയ. അല്ലെങ്കിൽ ഇന്ന് നീ തോക്കാണെങ്കിൽ വീട് മൊത്തം നീ വൃത്തിയാക്കും. ആ പിടിച്ചോ അറിയാൻ പോണേ. ആ തുറപ്പൊക്കെ റെഡി വെച്ചോ. ഇപ്പൊ തൂക്കുന്നു ദിയ തൂക്കും. ഞാൻ തുടക്കിയ വീട് ഇന്നെങ്കിൽ ആ സൺഡേ ആണ് ഗൈസ്. അപ്പൊ ഇന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ചെറിയ ഒരു ഐഡിയ എനിക്ക് തോന്നി. ഇതൊക്കെ തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? പിടി ക്യാച്ച്. ആ ചൂച്ചു എനിക്ക് 3 ആയി. ആ എനിക്ക് 3 നിനക്ക് 2. ആ ഏറി അയ്യോ ഗൈസ് അയ്യോ ഞാൻ വിട്ടത് ഞാൻ ദിയക്ക് വേണ്ടി വിട്ടുകൊടുത്തേന്ന് അവിടുത്തെ പറയണ്ട. അയ്യോ എനിക്ക് 3 ജയിച്ചു. അപ്പൊ ഈ ബോൾ പിടിച്ച് ദിയക്ക് 3 ആവൂല്ലേ? ദൈവമേ ഇത് ഇപ്പോൾ പിടിക്കല്ലേ. ഓ വലിയ ബോളാ അല്ലേ? ചെറിയ ബോളാണ് പിടിച്ചത്. ഏറി ഏറി ഞാൻ പിടിക്കട്ടെ. നീ ഏറി ഞാൻ പിടിക്കട്ടെ. അടിക്കാറിയുമോ? എന്നും ബാറ്റ് വാങ്ങി അവൾ ബാറ്റില്ലല്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ ശരി ഏറി. ഓ ഷോ ഷോ ഇവിടെ താഴ്ത്തി പിന്നെ ഞാൻ വിട്ടുകൊടുത്തത്. ഇതൊക്കെ ഞാൻ ചുമ്മാ പിടിക്കും. ഞാൻ പിള്ളേക്ക് തന്നിട്ട് ഈ ബോൾ നീ പിടിച്ചില്ലെങ്കിൽ ഞാൻ ജയിക്കും. നോക്കട്ടെ. അപ്പൊ എനിക്ക് പോയിന്റ് എത്ര കേഷ്മ? എനിക്ക് 3. എനിക്ക് 3 ദിയക്ക് 2 3 3 3 ആയി. ഇത് ഞാൻ വിട്ടല്ല. എന്നാ പിടിച്ചോ മോളെ. ഓ 3 3 ആയി. അയ്യോ ഞാൻ ഇന്ന് സ്വിമ്മിംഗ് പൂളെ കഴിയേണ്ട അവസ്ഥ വരും തോന്നുന്നു. മൊത്തം പോയി അടിച്ചിരിക്കല്ല. ഏറി ഞാൻ പിടിക്കട്ടെ. ഞാൻ ദേഹം വിട്ടുകൊടുക്കാൻ പോവാണ്. ആ ദീ ഏറി ഏറി മോള് ഞാൻ എവിടെ ഞാൻ പിടിക്കും. അയ്യോ അയ്യോ ഇത് പിടിച്ച അവള് ജയിക്കുമല്ല. പോയിന്റ് എത്ര? സമോ എന്നാ പിടിച്ചോ മോളെ. അയ്യോ അയ്യോ ദിയക്ക് ഇപ്പൊ എത്ര പോയിന്റ്? എനിക്കാ ഏറി ഏറി മോളെ. മോളാ നീ ഞാൻ ജയിക്കോടി. നീ ഏറി.
വാ മോളെ അത് ബ്രഷ് ഇട്ടി നീ പിടിച്ചോ ഗൈസ് ഇതുപോലെ വിടുകയാണെങ്കിൽ അടുത്ത് ഞാൻ പിടിച്ച് ഞാൻ രക്ഷപ്പെടാൻ നോക്കോളൂ പക്ഷെ ഇത് പിടിച്ചാ ഞാൻ പെട്ടുപോകും പിടിക്കും മോളെ അയ്യോ കേടിച്ച് അപ്പൊ ദീ ജയിച്ചാ ഗായ്സ് ദിയ ജയിച്ചു ഗായ്സ് കൺഗ്രാറ്റുലേഷൻസ് ദിയ ജയിച്ചോണ്ട് ദിയ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ കഴുകി ദിയ ഇന്ന് അതിട്ട് കുളിപ്പിക്കാൻ പോവാണ് ഞാൻ വാ നമുക്ക് സ്വിമ്മിംഗ് പൂൾ എടുക്കാൻ പോവാം ഞാൻ കുളിപ്പിക്കുന്നു ഇന്ന് നമ്മൾ കുളിക്കുന്നു ഗായ്സ് ആണ് അയ്യോ ഇവിടെ നമ്മൾ സ്റ്റോർ റൂം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വയ്ക്കുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഇരിക്കുകയാണ് ഇതിനകത്താണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ മോളെ മാറിക്കോ പൊടി മൂക്കിലടിക്കും അവള് പറഞ്ഞത് കറക്റ്റായിരുന്നു ആയിരം പൊടിയാവും തൊടല്ലേ പൊടി ഗായ്സ് പുരാവസ്തു അങ്ങനെ കണ്ടുപിടിച്ച് ദിയ മൈക്കൂര് ഇതാണ് ദിയയുടെ സ്വിമ്മിംഗ് പൂൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് സോപ്പിട്ട് കഴിവേണ്ട ഗതിയായി കൊറേ നാളായി ആ ബ്രഷ് എടു ഇനി പഠിക്കണ്ടേ ഗൈസ് നിങ്ങൾ ഇങ്ങനെയാണ് ഓ എന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ആരും ചെയ്യൂലേ ഗൈസ് നിങ്ങളെ പറ ഓ അല്ലെങ്കിൽ ദിയക്ക് ഇപ്പൊ മതിയായിരുന്നു ദിയ ജയിച്ച ദിയയുടെ ഭാഗ്യം അല്ലെങ്കിൽ ദിയ തൂക്കേണ്ടത് പിന്നെ അവളെ മിടിക്കൊണ്ട് തന്നെ ഒന്ന് പോയെങ്കിൽ എന്ത് ഇത് ക്രിക്കറ്റ് പോലെ തന്നെ ബെസ്റ്റ് ഇനി അങ്ങനെ പറഞ്ഞാൽ മതി അല്ല ക്രിക്കറ്റ് പോലെ തന്നെ ഒരു ബോളിന് 4 റണ്ണെന്ന് കേട്ടിട്ടില്ലേ 4 റണ്ണ് അടിച്ചാ ജയിച്ചു അതുപോലെ തന്നെ ചുമ്മാ ഓ പിന്നെ അവളെ കോൺസെൻട്രേഷൻ കൊണ്ട് അവള് ജയിച്ചതാണ് ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല അയ്യേ അല്ലാതെ തോറ്റെന്ന് പറയാൻ അഭിമാനം സമ്മതിക്കണില്ല അവള് ശ്രദ്ധിച്ചോണ്ട് കളിച്ചത് അല്ലാതെ അതൊക്കെ ഒരു നിമിഷത്തെ ഇതാണ് അകം വൃത്തിയായിരിക്കുന്ന സോപ്പൊക്കെ ഇട്ട് വല്ല ചൊറിയും പിടിക്കും അകമില്ലേ ദിയ ആശിച്ച് കൊതിച്ച് വാങ്ങിച്ച് 2 കൊല്ലമായി ഉപയോഗിച്ചില്ല ഇവള് മൂക്കിലും നെഞ്ചിലൊക്കെ വെള്ളം കെട്ടിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അടുത്ത് ഷെഡി ഇട്ട് ഇല്ല അടിപൊളി എത്ര ലക്ഷം രൂപയ്ക്ക് എടുത്താലും കിട്ടാത്ത ഉമ്മയില്ല കാഴ്ച പിള്ളേരെ വെള്ളം വലിച്ച് നന്നായി സ്നേഹമുള്ള അല്ലേ ഇത് കിട്ടുമ്പോഴാണ് നമ്മള് മനസ്സിൽ വിഷമവും സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയുന്നത് അല്ലേ ദിയ എന്തിനാ എന്താ അതിന്റെ ഇടയിൽ കൂടെ ദിയ കൂടതാ വെച്ചിട്ടുണ്ട് കഴുകി ദിയക്ക് പൈപ്പടക്കി അറിഞ്ഞൂടാന്ന് ദിയ അതിനെ കാട്ടിച്ചല്ലോ രാവിലെ വെള്ളം പോണ് പൈപ്പ് ഇങ്ങോട്ടാക്കുമ്പോ അടയ്ക്കും ഇങ്ങോട്ടാക്കുമ്പോ തുറക്കും ഓക്കെ അതൊക്കെ അറിയാം ചുമ്മാ പിന്നെ പൈപ്പ് അടയ്ക്കാൻ ഊരാ നീ പൈപ്പ് ഞാൻ ഊരാൻ പോണു നോക്കിക്കോ ഊരാ മാത്രം അറിയാം പൈപ്പ് നോക്കണോ നിർത്തിക്കോ ഗായ് ഇത് ഊതിട്ട് പെരുവില്ല ലാസ്റ്റ് നമ്മൾ ആലോചിച്ചപ്പോൾ ഞാൻ മണ്ടത്തന്നെ കടിച്ച് നമ്മളെ ബർത്ത്ഡേക്ക് ബലൂണൊക്കെ പെരുക്കാൻ വാങ്ങിച്ച ഒരു പമ്പ് ഉണ്ടായിരുന്നല്ലേ അത് വെച്ച് അടിച്ചാൽ മതിയായിരുന്നു ഞാൻ മണ്ടനോ എന്ത് മോളെ കാണാനില്ലായിരിക്കും അതെവിടാ ഇതിലടിയേ ഞാൻ അതിലടിക്കാം അടി വേണ്ട ഇവിടെ അതിനകത്ത് ഇത് തുറക്കണം പെണ്ണിന് അറിഞ്ഞൂടാ
പമ്പൊന്ന് വറക്കാൻ ലാസ്റ്റ് ഊതി ഊതിയാണ് മര്യാദയ്ക്ക് ഞാൻ ജയിച്ചാൽ മതി ഇട്ട് കൊടുത്ത് ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഞാൻ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്താണ് ചെയ്യാവാ നിങ്ങൾ അറിഞ്ഞ സ്വിമ്മിംഗ് പൂൾ 50 രൂപയ്ക്കുള്ള സ്ഥലമുണ്ട്. ഇവിടെ വെടിച്ചങ്കോലി പോയ സ്വിമ്മിംഗ് പൂൾ ഇറക്കാം. എന്തിന് നിങ്ങൾ റിസ്ക് എടുക്കണം കേട്ടാ? ഇതായ ട്യൂബിന്റെ അകത്ത് കിടത്തിയിരിക്കേ കിടന്നോ ഡൈവിങ് ഒന്നും കൂടെ കാണിയ മക്കളെ എല്ലായിരിക്കും. നല്ല അടിപൊളി. ഗീഷ് വാങ്ങാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നല്ലേ. ഇത് എവിടെയാണ്? നമ്മളെ മണക്കാടില് ബൊർജൽ മന്തി അല്ലേ. ഞാൻ ഉണ്ട്, അമ്മ ഉണ്ട്, ചേട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്, കുഞ്ചുണ്ട്, എല്ലാവരും ഉണ്ട്. ഫുള്ളായി ചപ്പാത്തി എനിക്ക് ബിരിയാണി ചപ്പാത്തി എനിക്ക് ചപ്പാത്തി എനിക്ക് ബിരിയാണി എനിക്ക് ചപ്പാത്തി എനിക്ക് ബിരിയാണി കിട്ടും. എനിക്കുണ്ട്, ഇവൾക്കുണ്ട്, എനിക്കുണ്ട്. സ്റ്റോൺ കഴിഞ്ഞിട്ട് പേപ്പർ ഒന്നും കൂടെ ഓ ഞാൻ സിസർ നീ എടുത്ത് ഇടിക്കണം. ഡാ മന്തി വരുന്നു. എന്താടേ മന്തി ഓട്ടനാടടി ബിരിയാണി ഉള്ളോടി നമ്മളെല്ലാവരും കുഴിമന്തിയാണ് പറഞ്ഞാൽ കുറച്ച് അൽഫാം പീസ് ചിക്കനും മൈനസൊക്കെ ഞോടി ഇതൊക്കെ എടുത്തിട്ട് കുഴിമന്തി റൈസൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി അല്ലേ. കൊള്ളാം. നമ്മളത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി എല്ലാം കഴിച്ചു. ഞാൻ കൂടെ കഴിച്ചപ്പോൾ എല്ലാം കൂടെ ആയിട്ടില്ല അല്ലേ. സാറിന് ഇവിടെ ദിയനൊക്കെ ആൾക്കാരെ ചാച്ചയൊക്കെ കൊടുത്തരാണ്. ചാച്ചാ ചാച്ച കൊടു ബാക്കി പറഞ്ഞ ദിയ കൊടുത്തു. ദിയ കൊടു. ആ ചാച്ച കൊടുക്കണ്ട. തിരിച്ചു വരുമ്പോ നീ